ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗോവിന്ദ് ഹോട്ടലിൽ വന്നേക്കുവാണ്. ഗോവിന്ദ് ഹോട്ടലിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഹോട്ടലിലെ മാനേജർ വന്നിട്ട് ഗോവിന്ദിൻ്റെ കയ്യിൽ കുറേ മദ്യക്കുപ്പിയൊക്കെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഗീതു ഇങ്ങനെ ഗോവിന്ദിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അത് ഗോവിന്ദ് കാണുന്നില്ല. ഗീതു അവിടെ മാറി നിൽക്കുവാണ്. ബാക്കിൽ നിൽക്കുമ്പം കുപ്പിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഗോവിന്ദ് പറയും, ഇതെന്തിനാണ് ഇവിടെ വെച്ചാൽ എനിക്കിത് വേണ്ട എന്ന് പറയും. അപ്പോൾ പറയും, സാറിനെ കണ്ടിട്ട് ഭയങ്കര ടെൻഷനാണല്ലോ, അപ്പോൾ സാറിന് ടെൻഷനൊക്കെ ഒന്ന് പോവട്ടെ എന്നോർത്താണ്. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, അങ്ങനെ ടെൻഷൻ വരാനാണെങ്കിൽ ഇവിടുന്ന് മുഴുവൻ ഞാൻ മേടിച്ചു കുടിക്കും, എൻ്റെ ടെൻഷൻ അങ്ങനെ പോയില്ലെങ്കിൽ നിങ്ങളുടെ കട ഞാനിന്നിവിടെ കത്തിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ദേഷ്യപ്പെടുവാണ്. അതിനുശേഷം അവരത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുക. അതിപ്പോൾ എന്നാൽ ശരി സാറേ എന്ന് പറഞ്ഞിട്ട് പോവാണ്. അതേസമയം ഗീതു വന്നിട്ട് ഗീതു ഇങ്ങനെ ഗോവിന്ദിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നൊക്കെ പറയുന്നു. അപ്പം ഗോവിന്ദ് പറയും, ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല അല്ലെ എന്നൊക്കെ പറയുന്നുണ്ട്. ഗോവിന്ദിൻ്റെ അടുത്ത് ഇങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ ഗീതുവിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ, ഞാൻ ഈ ഒന്നിക്കാൻ നോക്കിയത് മറ്റാർക്കും ഇഷ്ടപ്പെട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ പ്രിയ അങ്ങനെ അതൊക്കെ പറഞ്ഞതെന്ന് പറയുന്നു. അതുകൊണ്ടല്ലേ നമ്മൾ 2 റൂമിൽ കഴിയാൻ പറഞ്ഞേ എന്നൊക്കെ പറയും. ഗോവിന്ദേട്ടൻ അങ്ങനെ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഗോവിന്ദ് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാൻ ഇതെല്ലാം വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ അങ്ങനെ പ്രിയനെയും രാധികമ്മയും ഒക്കെ ആയിട്ട് മാത്രം മതി, എൻ്റെ സന്തോഷങ്ങളൊന്നും വേണ്ട. ഞാൻ ശരിക്കും എല്ലാവരെയും ഓർക്കുമ്പോൾ ഞാനൊരു സാധാ മനുഷ്യനാണ്, എനിക്ക് എല്ലാവരെയും സ്നേഹിച്ച് കഴിയാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ ഓരോന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞപ്പോൾ പറയും, പ്രിയ അങ്ങനെയൊന്നും പറഞ്ഞിട്ട്, പ്രിയ നമ്മൾ രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് പ്രിയ നോക്കിയത്. നമ്മൾ രണ്ടുപേരും 2 മുറി കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്ക് സ്നേഹമുണ്ട് എന്നറിയാൻ വേണ്ടി മാത്രമാണ് പ്രിയ അങ്ങനെയൊക്കെ ചെയ്തത്. പ്രിയയ്ക്ക് ഒന്നും അറിയില്ല. പ്രിയ വെറുതെ ഒരു കളിപ്പാവയായിട്ട് മാത്രമാണ്, രാധികാമ്മയാണ് ഇതിനു വേണ്ടിയൊക്കെ ചെയ്തത്. ഇത്രയൊക്കെ സംഭവം ഉണ്ടായാലും ഗോവിന്ദന് രാധികാമ്മയുടെ സ്വഭാവം എന്നൊക്കെ തിരിച്ചറിഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ ഗീതു ഇങ്ങനെ പറയുന്നുണ്ട്. രാധികയുടെ മോനും കൂടെ കളിച്ച കളിയാന്നൊക്കെ ഗീതു ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയും, പ്രിയ അവരുടെ ഇടയിൽ പെട്ടുപോയതാണ്, പ്രിയ അല്ലാതെ പ്രിയയ്ക്ക് ഇങ്ങനൊന്നും അറിഞ്ഞുകൊണ്ടല്ല പ്രിയ അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയും. അതിനുശേഷം പറയും, നമുക്ക് എന്താണേലും നമുക്ക് തിരിച്ചു പോകാം എന്ന് ഗീതു പറയുമ്പോൾ ഗോവിന്ദ് പറയും, ഞാൻ എന്നാലും വന്നില്ല, നമുക്ക് എന്താ ഇവിടെ 2 ദിവസം കഴിഞ്ഞിട്ട് നിന്നിട്ട് പോയാലോ എന്ന് പറയും. അപ്പോഴത്തേക്കും ഗീതു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ഗോവിന്ദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രിയ വിളിക്കുന്നത്. പ്രിയ വിളിക്കുമ്പോഴത്തേക്കും ഗീതു ഫോൺ എടുത്തിട്ട് ഗോവിന്ദൻ്റെ അടുത്ത് പറയും, സംസാരിക്കാൻ പറയും. പ്രിയ എന്തായിട്ടാ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, എനിക്ക് ഗീതുവിനെ ഇഷ്ടമാണെന്ന് പറയും. അത് ഏട്ടൻ വെറുതെ നുണ പറയണ്ട. ഇനി ഗീതു വെച്ചോട് ചോദിച്ചാൽ ഗീതു വെച്ച് ഇങ്ങനെ പറയും, നിങ്ങൾ വെറുതെ നുണ പറയുകയാണ്, നിങ്ങൾ ഇപ്പം തന്നെ ഇങ്ങോട്ട് വരണോ എന്ന് പറയും. ഞങ്ങൾ 2 പേരും സ്നേഹത്തിലാണ്, ഞാൻ അവളെ എങ്ങനെ ചേർത്ത് പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതുവിനെ ഇങ്ങനെ ഗോവിന്ദ് ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയ വിശ്വസിക്കുന്നില്ല. പ്രിയ പറയും, നിങ്ങൾ വെറുതെ പറയുന്നത്, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് വരാം എന്ന് പറയും വേണ്ട, ഇപ്പം തന്നെ പറഞ്ഞ, നിങ്ങൾ വെറുതെ നുണ പറയുവാണ്, നിങ്ങൾ ഇപ്പോഴത്തെ 1/2 മണിക്കൂറിനുള്ളിൽ ഇവിടെ തന്നെ എത്തിയിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ വല്ല അനാഥാലയത്തിലും പോകും, ഞാൻ അവിടെ പ്രസവിക്കും, എനിക്ക് അവിടെ ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തു എന്നൊക്കെ പ്രിയ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദ് ആകെ ഇങ്ങനെ നിൽക്കുക, എന്ത് ചെയ്യണമെന്നറിയില്ല. എന്നിട്ട് അത് കഴിഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. അപ്പോഴത്തേക്കും ഗീതു പറയുന്നുണ്ട്, പ്രിയ പറഞ്ഞത് കേട്ടോ ഒന്ന് പറയുന്നുണ്ട്. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, നമുക്കെന്നാൽ പോകാം. ഗീതുവും പറയുന്നുണ്ട്, നമുക്ക് പോയാൽ മതി, പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം 2 മുറിയിൽ തന്നെ നിന്ന് നമ്മുടെ സ്നേഹം നമുക്ക് പങ്കിടാലോ എന്നൊക്കെ ഇങ്ങനെ ഗീതു പറയുകയാണ് ഗോവിന്ദനോട്. അപ്പോൾ എന്നാലും ഗോവിന്ദ് ഗീതു നിർബന്ധിച്ച പ്രകാരം വീട്ടിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. പ്രിയയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് അവർ വീട്ടിൽ പോകുന്നത്. പ്രിയ അല്ലെ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് ഗീതവും പറയുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലേക്ക് പോവുകയാണ്. അവർ വീട്ടിലേക്ക് ചെല്ലുന്നതിന് മുന്നേ അവിടെ അജാസ് വന്നിട്ടുണ്ട്. അജാസിൻ്റെ കൂടെ വേറൊരു ആളും വന്നിട്ടുണ്ട്. ഒരു ഇവന്റ് മാനേജ്മെന്റിന്റെ ഒരു ആളാണ്. അപ്പോൾ ആള് പറയുന്നുണ്ട്, ഇവിടെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഗോവിന്ദ് സാറിൻ്റെ നല്ലൊരു ഡെക്കറേഷൻ ആയിരിക്കും ഇവിടെ നടത്തുന്ന പരിപാടിയുടെ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഡെക്കറേഷനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇവന്റ് മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അവരുടെ എന്തോ മുന്തിരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പേരാണ് പറയുന്നത് അവരുടെ ഇവന്റ് മാനേജ്മെന്റിന്റെ. അപ്പോഴത്തേക്ക് രാധികമ്മയോട് ചോദിക്കുന്നുണ്ടേ, ഇവിടെ എന്താ ഫംഗ്ഷൻ ചോദിക്കുന്നുണ്ട്. രാധികമ്മയും ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താ ഫംഗ്ഷൻ, അതിപ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, അന്നത് ഗോവിന്ദ് സാറ് പറഞ്ഞതാന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവന്റ് മാനേജ്മെന്റിനെയൊക്കെ വിളിച്ചിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അജാസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് എന്താണെന്ന് ആർക്കും അറിയില്ല, എന്ത് ഫംഗ്ഷന് വേണ്ടിയാണ്, ഗോവിന്ദ് ഫസ്റ്റ് നൈറ്റ് നടത്താൻ വേണ്ടിയാണെന്നല്ലോ അന്ന് ഗോവിന്ദ് അജാസിൻ്റെ അടുത്ത് അപ്പം വിളിച്ചു പറഞ്ഞത്. പക്ഷേ ആ സമയത്താണ് ഗോവിന്ദ് കയറി വരുന്നത്. ഗോവിന്ദ് വന്നു കഴിയുമ്പോഴത്തേക്കും ഗോവിന്ദിൻ്റെ അടുത്തേക്കും എന്ത് ഫംഗ്ഷന് വേണ്ടിയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അജാസ് പറയുന്നുണ്ട്, അതെ ഇവർക്ക് ഭയങ്കര തിരക്കായിരുന്നു, വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതുവരെ അവിടുന്ന് വരെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു, അപ്പം നമ്മുടെ നല്ലൊരു ഫംഗ്ഷൻ നടത്തണമെന്നല്ലേ പറഞ്ഞത്, അപ്പം നല്ല
നല്ലൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ തന്നെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് എന്ത് ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്ത് ഫംഗ്ഷനാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഗോവിന്ദ് ഇങ്ങനെ നിന്ന് ഗോവിന്ദ് മനസ്സിലാകാത്ത പോലെ ഗോവിന്ദ് ചോദിക്കും. അപ്പം ഗീതു ചെന്നിച്ച് പയ്യെ പറയുന്നുണ്ട് അതെ മനസ്സിലായില്ലേ നമ്മുടെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടി ഇത് ഡെക്കറേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചോർക്കുന്നുണ്ട്. ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ വിളിക്കണമെന്ന് ഓർത്ത് അപ്പോഴാണ് ഗോവിന്ദിന് മനസ്സിലായി. അപ്പോഴത്തേക്കും ഗോവിന്ദ് ഇവിടെ കിടന്ന് ഇങ്ങനെ എന്ത് പറയണം എന്ത് പറഞ്ഞ് രക്ഷപ്പെടണമെന്ന് അറിയില്ല. അത് ഗോവിന്ദ് അത് ഉണ്ടല്ലോ. അപ്പോഴത്തേക്കും ചോദിക്കുന്നത് എങ്ങനത്തെ എന്ത് രീതിയിലുള്ള ഫംഗ്ഷനാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗോവിന്ദ് അത് ഞാനങ്ങ് ഡേറ്റ് അങ്ങ് മറന്നു, ഇത് വേറൊരു ദിവസം നടത്തേണ്ട പരിപാടിയായിരുന്നു, അത് പക്ഷേ ഇന്നായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പയ്യെ അവിടുന്ന് തടി ഊരാൻ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നു ആയിരുന്നോ എനിക്കൊന്ന് ഡേറ്റ് തെറ്റിപ്പോയതാ എന്നിങ്ങനെ ഗോവിന്ദ് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും രാധികാമ്മയും എല്ലാവരും വന്നിട്ടുണ്ട്. രാധികാമ്മ ചോദിക്കുന്നത് എന്ത് പരിപാടിയാണ് കണ്ണാന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഗോവിന്ദൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അത് എനിക്കിടുന്ന് ഡേറ്റ് തെറ്റിപ്പോയത്. അപ്പോൾ പ്രിയം വരുന്നുണ്ട്. പ്രിയം വന്ന് ഇങ്ങനെ വന്ന് സംസാരിച്ചിട്ടൊക്കെ നിൽക്കുവാണ്. ഗീതു പറയും ഇപ്പം കൊള്ളാം, ഇപ്പോഴത്തെ നമ്മൾ നടത്താനിരുന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആ പരിപാടിയുടെ കാര്യം ഇപ്പം പറഞ്ഞാലും മതി, എല്ലാവരുടെ അടുത്ത് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഗീതുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കും. ഗീതു പറയുന്നത് എൻ്റെ 16 അടിയന്തരം എന്നിങ്ങനെ ഗീതു പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അജാസ് പറയുന്നത് എൻ്റെ പെങ്ങളെ എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഇഡ്ഡലി ഒന്നും കഴിക്കാൻ എനിക്ക് വല്ല കേട്ടോ, എനിക്ക് വല്ല ചിക്കൻ ബിരിയാണിയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അജാസ് ഇങ്ങനെ വെറുതെ ഗീതുവിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു തമാശയൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അതേസമയമാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവന്തിക വരുന്നത്. അവന്തികയാണെങ്കിൽ ഒരു വലിയ ബൊക്കെയൊക്കെ ആയിട്ടാണ് ഫ്ലവറിൻ്റെ ബൊക്കെയൊക്കെ ആയിട്ടാണ് വരുന്നത്. അത് നിങ്ങളിവിടെ എന്താ ഫംഗ്ഷൻ നടത്തുകയെന്ന് പറഞ്ഞില്ലേ, ഞാൻ അതിനു വേണ്ടി കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് ഗീതുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വല്ല വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് നിങ്ങൾ എന്നെ വിളിക്കാൻ മറന്നുപോയതാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് വരട്ടെ എന്ന് ഓർത്താൽ ഞാനിതൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് അറിഞ്ഞിരിക്കുമ്പോൾ അജാസൊക്കെ പറഞ്ഞാന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവർ ഇപ്പോൾ പറയുന്നുണ്ട് അത് ഗോവിന്ദേട്ടന് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ പറയാം കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട് ഗീതു പറയുന്നുണ്ട് പ്രിയൊക്കെ വന്നു അതെ നമ്മൾ പ്രിയമോളുടെ ബേബി ഷവർ നടത്തണമെന്നായിരുന്നു ഇങ്ങനെ പറഞ്ഞ് ഗോവിന്ദേട്ടൻ പറഞ്ഞിരുന്നത്. അപ്പം ഞാനാ പറഞ്ഞ അമ്മ ഹോസ്പിറ്റലല്ലേ, അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെയാണ് നടത്തുന്നത്, അതുകൊണ്ടാണ് അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് നടത്തുക എന്ന് പറഞ്ഞു, അതുകൊണ്ടായിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ വിളിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ഗീതു ഗോവിന്ദനെ അവിടുന്ന് രക്ഷിക്കുവാണ്. എന്തിനു വേണ്ടിയാണ് ഗോവിന്ദ് ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ വിളിച്ചതെന്നുള്ള കാര്യത്തിൽ ഗീതു ഇങ്ങനെ പറഞ്ഞ് രക്ഷിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പ്രിയ വന്നിട്ട് ആണോ ഏട്ടാ ഏട്ടന് ഇത്ര കാര്യത്തിൽ ഞങ്ങളുടെ കാര്യത്തിലേക്ക് ശ്രദ്ധയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് പ്രിയ വന്നിട്ട് ഗോവിന്ദൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുവാണ്. ഏട്ടാ എന്നൊക്കെ വിളിച്ചിട്ട് പ്രിയ ഭയങ്കര കരച്ചിലും സ്നേഹപ്രകടനവും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം. ഓക്കേ.